ഇന്ന് ഗ്യാരണ്ടികളുടെ കാലമാണല്ലോ. എല്ലാവരും ഗ്യാരണ്ടി പ്രഖ്യാപനം നടത്തുമ്പോൾ ഈ ഗ്യാരണ്ടിയുടെ വക്താക്കളൊന്നും വരും മുമ്പേ മനുഷ്യ സമൂഹത്തിന് അവൻ്റെ ജീവിത വിജയത്തിൻ്റെ വഴികളിൽ അള്ളാഹു നൽകിയ ഗ്യാരണ്ടിയാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത്. നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇനി ആരുമില്ല. സ്വർഗമെന്ന അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിക്ക് ഭൂമിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മിനിമം സ്വർഗത്തിന് ഗ്യാരണ്ടിയായ സുഹൃതങ്ങൾക്ക് ഉറപ്പ് നിൽക്കാൻ, കൂട്ടുനിൽക്കാൻ ഇനി ആരുമില്ല. ആ പരിശുദ്ധനായ അതിഥിയെ ആദരിക്കണം. വളരെ ആദരവോടുകൂടി ഇവിടെ പറയണം, ഇനിയുള്ള രാവുകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിക്കുന്ന രാവുകൾ ഇനിയാണ്, കഴിഞ്ഞു പോയതല്ല. അത് കഴിഞ്ഞാൽ അള്ളാഹു താല പിന്നെ വച്ചേക്കുകയാണ് ലൈലത്തുൽ ജായിസ, അവാർഡ് നൈറ്റ്. നിങ്ങൾ വിചാരിച്ചുവോ അള്ളാഹു ചുമ്മാ നോമ്പ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക? വേറെ അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. റമളാനിൽ പൂർണ്ണമായി അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് പണി പൂർത്തിയാക്കിയ ആൾക്ക് അവൻ്റെ സമ്മാനം തീർത്തു കൊടുത്ത്, പ്രതിഫലം തീർത്തു കൊടുത്ത് വിടുന്നത് ഒടുവിലത്തെ രാത്രിയിലാണ്. നിങ്ങൾ കരുതിയോ ചെയ്തതൊക്കെ ഓക്കെ ആയി, സീലടിച്ചു കഴിഞ്ഞുവെന്ന്? ഇല്ല, ഒടുവിലത്തെ രാത്രിയെ അള്ളാഹു സീൽ ചെയ്യാൻ പറ്റി വെച്ചിരിക്കുക. ലൈലത്തുൽ ഖദറിൽ വിധിച്ചു, അതിൻ്റെ സമ്മാനം, അതിൻ്റെ സമ്മാന വിതരണം ലൈലത്തുൽ ജായിസയിൽ നടത്തി കഴിഞ്ഞു. പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ ഒടുവിലത്തെ വെള്ളിയാഴ്ചയിൽ നാം എത്തി നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹവും ഔദാര്യവും കൊണ്ട് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ആരാധനകളിൽ അധിഷ്ഠിതമായി അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നന്മകളുടെ വഴികളിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ആവേശത്തോടുകൂടി മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധമായ റമളാനിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത തലം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് തന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതെല്ലാം കബൂലാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഈ ഒടുവിലത്തെ വെള്ളിയാഴ്ചയിൽ നാം എത്തി നിൽക്കുമ്പോൾ പരിശുദ്ധമായ ഒരു റമളാൻ നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഗ്യാരണ്ടിയായി അള്ളാഹു തന്ന ഈ പുണ്യമാസം, ഇന്ന് ഗ്യാരണ്ടികളുടെ കാലമാണല്ലോ. എല്ലാവരും ഗ്യാരണ്ടി പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗ്യാരണ്ടിയുടെ വക്താക്കളൊന്നും വരും മുമ്പേ മനുഷ്യ സമൂഹത്തിന് അവൻ്റെ ജീവിത വിജയത്തിൻ്റെ വഴികളിൽ അള്ളാഹു നൽകിയ ഗ്യാരണ്ടിയാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്നുള്ളത്. ഏത് പ്രയാസകരമായ ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സത്യവിശ്വാസിയും ഏത് പാപകരമായ പ്രവണതകളിൽ മുഴുകി മോചനമില്ല എന്നോർത്ത് വീർപ്പുമുട്ടുന്ന, അതിൻ്റെ പേരിലുള്ള കെടുതികൾ അനുഭവിച്ച് തീർക്കാൻ ആവാതെ കുറ്റിയിൽ കെട്ടിയ ഒട്ടകത്തെ പോലെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാപികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാൻ എന്ന് പറയുന്ന ഒരു പുണ്യമാസം എല്ലാ വർഷവും മാറി മാറി സമ്മാനിച്ചുകൊണ്ട് ജീവിത വിജയത്തിന് അല്ലാഹു നൽകുന്ന ഒരു ഗ്യാരണ്ടിയിലൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടി അത്രമാത്രം അർത്ഥമുള്ളതായിരുന്നു. അതിന് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് നമ്മുടെ ജീവിതം കൊണ്ട് നാം തന്നെ സാക്ഷിയാണ്. ആരും നമ്മോടൊന്നും പറഞ്ഞു തരേണ്ടതില്ല. ലോകത്ത് ആർക്കും മാറ്റം വരുത്താനാവാത്ത മനസ്സുകളിൽ അത്ഭുതകരമായ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശാൻ പരിശുദ്ധമായ റമളാൻ മാസത്തിന് സാധ്യമായി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ റമളാൻ അതിൻ്റെ അവസാനത്തോടടുക്കുമ്പോൾ നമ്മളെല്ലാവരും ഇതിനകം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച, മത്സരബുദ്ധിയോടെ മുന്നേറാൻ ശ്രമിച്ച നന്മകളുമായി നമുക്കുണ്ടായിത്തീർന്ന ഈ മെയ്വഴക്കം അല്ലെങ്കിൽ മാനസികമായ ഇണക്കവും പൊരുത്തവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ ഇനിയും ഒരു പ്രയാസം വരുത്തി വയ്ക്കാത്ത വിധത്തിൽ നമ്മൾ ആർജിച്ചെടുത്ത നന്മകളെ നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം. അതിനെനിക്കിനി എത്ര സാധിക്കുന്ന വിധത്തിൽ ഞാൻ ചെയ്ത ഈ നന്മകളുമായി എൻ്റെ ജീവിതം പൂർണ്ണമായും ഇഴുകിച്ചേർന്നു എന്ന ഗൗരവമുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരും കർമ്മങ്ങൾ ചെയ്തത് പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ്. അവൻ നമ്മളിലൂടെ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളിൽ നമ്മൾ ഉണ്ടാകാൻ വേണ്ടിയാണ്.
അതിലൂടെ നമുക്കവൻ തരാമെന്ന് വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ നമ്മളിൽ സഫലമാകാൻ വേണ്ടിയാണ്. പക്ഷേ ഇതൊക്കെ സഫലമാകുന്ന വിധത്തിലുള്ള ഒരു കർമ്മമായി അമലുകളായി എൻ്റെ ഈ കഴിഞ്ഞ നാളുകളിലെ ജീവിതം മാറിയോ എന്ന ഒരു വലിയ ഗൗരവമുള്ള ഉത്കണ്ഠാകുലമായ ചിന്താവിശേഷത്തിന് ഇന്ന് സത്യവിശ്വാസികൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ, മാറാൻ വേണ്ടിയായിരുന്നു ഞാൻ പലതും ചെയ്തത്. മാറ്റത്തിൻ്റെ തരംഗം എൻ്റെ ജീവിതത്തെ ശരിക്കും തഴുകുകയും തലോടുകയും സ്പർശിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പരിശുദ്ധമായ റമദാനിലൂടെ നീ നൽകിയ ഗ്യാരണ്ടി എനിക്ക് എൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും വളരെ കൃത്യമായ നിലയിൽ എനിക്ക് നിഴലിച്ച് കാണാൻ കഴിഞ്ഞു. ഓരോ സത്യവിശ്വാസിയും ഇപ്പോൾ ചിന്തിക്കുകയാണ്, അള്ളാഹുവെ, നോമ്പൊന്നും ഞാൻ വിട്ടില്ല. അൽഹംദുലില്ലാ, തറാവീഹ് നമസ്കാരത്തിന് ഖിയാമുൽ ലൈലിനൊക്കെ ഞാൻ ഓടിയണഞ്ഞത് ഈദ്ഗാഹിലേക്ക് പോകുന്ന ആവേശത്തോടു കൂടിയാണ്. അള്ളാഹുവെ, അധികം നമസ്കരിക്കാൻ, അധികം ആരാധന ചെയ്യാൻ, അധികം നിനക്ക് വഴങ്ങാൻ, അധികം നിനക്ക് വണങ്ങാൻ വിസമ്മതിച്ച് നിന്നിരുന്ന, വിഘടിച്ച് നിന്നിരുന്ന എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ ഞാൻ നിൻ്റെ അനുസരണത്തിൻ്റെ മുമ്പിൽ പിടിച്ചു കെട്ടുമുള്ള പ്രതിജ്ഞയുമായി ഞാൻ മുന്നേറുകയായിരുന്നു. അതിന് എന്തെന്നില്ലാത്ത ഒരു സഹായം നിൻ്റെ വിശിഷ്ട അതിഥി ഞങ്ങൾക്ക് സമ്മാനിച്ചു തന്നു. എവിടെ പോയാലും നോമ്പിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു സവിശേഷതകൾ നമ്മൾ തിരിച്ചറിഞ്ഞു. എവിടെ പോയാലും നമുക്കത് അനുഭവപ്പെടുന്ന വിധത്തിലായിരുന്നു നമ്മുടെ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓഫീസിൽ പോയാലും കടയിൽ പോയാലും കമ്പോളത്തിൽ പോയാലുമൊക്കെ എന്തെന്നില്ലാത്ത നന്മകളിലെ ഒരാവേശം, ഒരു ശക്തിക്കും നൽകാനാവാത്ത ഒരു നന്മകളിലെ ആവേശം നമുക്കെല്ലാവർക്കും ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, എന്തോ എല്ലാവരും നന്മയിലേക്ക് ചേക്കേറിയതുപോലെയുള്ള, ആരും ഒരു തെറ്റിനും കൂട്ടാക്കുന്നില്ല എന്നുള്ളതുപോലുള്ള ഒരു തിരിച്ചറിവിൻ്റെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്കിത്രയും നാൾ കടന്നു പോകാനായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഇത്രയെല്ലാം പദ്ധതികൾ നമ്മുടെ മുമ്പിൽ വെച്ച് തന്ന തമ്പുരാന് നമ്മളിലൂടെ ഒരു ലക്ഷ്യമുണ്ടാകുമെന്ന കാര്യം നാം ആരും മറക്കുകയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൻ്റെ ഒടുവിലത്തെ നാളുകളിൽ എത്തിച്ചേരുമ്പോൾ ഈ റമദാനെ ഉപയോഗപ്പെടുത്തി ലക്ഷ്യം നേടുന്നതിൻ്റെ പരിസരത്തേക്കെങ്കിലും എത്താൻ നമുക്കായോ? നമ്മുടെ നാവുകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ശീലങ്ങളെ നിയന്ത്രിക്കാൻ, കമ്പോളങ്ങളിലെ ശീലങ്ങളെ പള്ളികളുടെ ശീലങ്ങളുമായി പൊരുത്തപ്പെടിക്കാൻ, പള്ളിയുടെ ശീലമായി കമ്പോള ശീലങ്ങളെ മാറ്റി തീർക്കാൻ, കമ്പോള ശീലങ്ങളിൽ നിന്ന് പള്ളിയുടെ ശീലങ്ങളിലേക്ക് നമ്മുടെ ശീലങ്ങളെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കേണ്ട വിഷയമാണ്. ആർക്കാണ് തൻ്റെ കൊള്ളരുതായികകളെ താൻ അറിയുന്ന കൊള്ളരുതായികകൾക്ക് ശമനം വന്നു എന്ന് ഇപ്പോൾ അഭിമാനിക്കാൻ കഴിയുന്നതെന്ന് ഈ നിമിഷങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. എനിക്കറിയുന്ന എൻ്റെ കൊള്ളരുതായികകൾ എൻ്റെ നാവിലൂടെ, എൻ്റെ നോക്കിലൂടെ, എൻ്റെ വാക്കിലൂടെ, എൻ്റെ നീക്കത്തിലൂടെ ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച കൊള്ളരുതായികകളിൽ നിന്നും ഇട പറയാൻ എനിക്ക് കഴിഞ്ഞോ? തെറ്റായ വർത്തമാനങ്ങൾ വെടിയാൻ കഴിഞ്ഞോ? മല്ലം യദ ഖൗല സൂരി വൽ അമല ബി, ആര് കള്ളവർത്തമാനങ്ങളും അതിനൊത്തുള്ള പ്രവർത്തനങ്ങളും ആര് വെടിഞ്ഞില്ലയോ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വ ശറാബ, അവൻ അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊള്ളണമെന്ന് അള്ളാഹുവിനൊരു നിർബന്ധമേ ഉണ്ടായിരുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഇത് നമ്മൾ വെടിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഞാൻ എൻ്റെ അന്നപാനീയങ്ങൾ വർജിച്ചത്, എൻ്റെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയത്? കമ്പോളത്തിലെ സംസ്കാരവുമായി നമ്മൾ പള്ളിയിലേക്ക് വന്നിട്ട് കമ്പോള സംസ്കാരത്തെ പള്ളിയിലും കൈവിടാതെ തുടരാൻ നമ്മൾ ശ്രമിച്ചുവോ? ഇപ്പോഴും അത് തന്നെ മുറുകെ പിടിച്ചു പോകാനാണോ നാം ശ്രമിക്കുന്നത്? ഇതുപോലുള്ള ആലോചനകൾ പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ പ്രസക്തമാവുകയാണ്. മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ പരിശുദ്ധമായി മാസത്തിന് കഴിഞ്ഞില്ലെന്ന് ആരും പറഞ്ഞു പോകരുത്. തീർച്ചയായും നമുക്ക് അത്ഭുതകരമായ പരിവർത്തനത്തിൻ്റെ ആവേശം ജനിപ്പിച്ചുകൊണ്ട് റമദാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത്ഭുതകരമായ പരിവർത്തനോർജം ഈ റമദാൻ നമുക്ക് നേടിത്തന്നു.
തെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും ചെയ്യാനാവാത്ത എന്തോ ഒന്ന്. ഒരു പോലീസിൻ്റെയും ഇടപെടലില്ല. അതുപോലെ പട്ടാളത്തിൻ്റെ സൈന്യത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മളല്ല. അതുപോലെ തന്നെ ഒരധികാരിയുമില്ല, ഒരു ശക്തനുമില്ല നമ്മെ തടയാൻ. പക്ഷെ ആരും അറിയാതെ ഒളുവിൻ്റെ സമയത്ത് നമ്മുടെ തൊണ്ടയിലേക്ക് എങ്ങാനും ഒരു തുള്ളി വെള്ളം ഇറങ്ങിപ്പോകുമോ എന്ന പേടിയിൽ കഴിഞ്ഞുകൂടിയ ആ ദിനരാത്രങ്ങൾ നമ്മെ എത്രമാത്രം ഉടച്ചു വാർത്തിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട നിമിഷങ്ങളാണ്. ആ മാറ്റങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയുമോ? ഇതിൽ വിജയിച്ചോ എന്നുള്ള ചിന്തകൾ ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഒടുവിലത്തെ 10ൻ്റെ അവസാന നാളുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും തട്ടി ഉണർത്തണം. ഇല്ലെങ്കിൽ പടച്ചവനെ പാഴായ എത്രയോ വിലപ്പെട്ടതായിരുന്ന ലോകം മുഴുവൻ മാറ്റം സൃഷ്ടിച്ച ഓരോരുത്തരും അവരവരുടെ ആത്മാവുകളിൽ പരിവർത്തനത്തിൻ്റെ ഊർജം സംഭരിച്ച ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ 10-25 നാളുകൾ ഒന്നും നേടാതെ കഴിഞ്ഞു പോയല്ലോ അള്ളാഹുവേ എന്ന് അള്ളാഹുവിനോട് വിലപിക്കേണ്ട നാളുകളാണിത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് അനശ്വരവും അനന്തവുമായ സ്വർഗമാണ്. അസ്വർഗീയ പാകതയിലേക്ക് നമ്മെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി തന്ന ഈ സമയത്തെ നമ്മൾ വേണ്ടത്ര ഉപയോഗിച്ചുവോ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ആത്മസംസ്കരണത്തിൻ്റെ നമ്മുടെ വഴികളിൽ നമ്മൾ മുന്നേറിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പുവരുത്താൻ അള്ളാഹു ഇനി നമുക്ക് മുമ്പിൽ 2-3 കടമ്പകൾ വച്ചിരിക്കുകയാണ്. ഒടുവിലത്തെ 10-ൽ അള്ളാഹു ചില കടമ്പകൾ വെച്ച് തന്നിരിക്കുകയാണ്. ഒടുവിൽ മാത്രം തരുന്ന, ആദ്യം ഒന്നും അതില്ല, ഒടുവിൽ മാത്രം ഇതുവരെ നമ്മളെ പരീക്ഷിച്ചുറപ്പ് വരുത്തി മാറ്റുരച്ചു നോക്കിയതിന് ശേഷം നമ്മൾ അർഹരാണെങ്കിൽ നമുക്ക് തരാനായി അള്ളാഹു വെച്ചിരിക്കുകയാണ് ചില 2-3 സുപ്രധാനമായ രാവുകൾ. പ്രിയപ്പെട്ടവരെ, അതിലേറ്റവും പ്രധാനമാണ് ലൈലത്തുൽ ഖദർ എന്ന കാര്യം നാം മറന്നു പോകരുത്. ലൈലത്തുൽ ഖദറിൻ്റെ രാവുകൾക്ക് വേണ്ടി, ഒരൊറ്റ രാത്രിക്ക് വേണ്ടി 1000 മാസത്തിൻ്റെ കർമ്മങ്ങളുടെ പുണ്യവുമായി നമ്മെ കാത്തിരിക്കുന്ന എന്തിനാണത്? അല്പായുസുക്കളാണ് നാം. പക്ഷെ നമ്മുടെ ആകാശം വലുതാണ്, ലക്ഷ്യം വലുതാണ്. നമ്മുടെ ജീവിതം അനശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ്. ആ അനശ്വരമായ ആത്മാവിന് പാർക്കാനുള്ള സ്വർഗത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ താൽക്കാലിക ജീവിതം കൊണ്ട്, ചെറിയ ഹ്രസ്വ ജീവിതം കൊണ്ട് ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ മതിയാവില്ല. നമ്മേക്കാൾ എത്രയോ കാലം ജീവിച്ച് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് സ്വർഗം നേടിയവരാണ് മുൻഗാമികൾ. ഇക്കഥകൾ പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ സഹാബാക്കൾക്ക് സങ്കടമായിരുന്നു. അവർ ആ സങ്കടം വല്ലാതെ പങ്കുവച്ചപ്പോൾ, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അവർ പറഞ്ഞപ്പോൾ, സഹാബാക്കളുടെ ഈ വേദനയിൽ നിന്നാണ് അള്ളാഹു അറിയിക്കാഞ്ഞ ഒരു മഹാരഹസ്യം നമുക്കറിയിച്ചത്. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങാൻ വേണ്ടി അള്ളാഹു ഒരു മാസത്തെ തിരഞ്ഞെടുത്തപ്പോൾ ആ മാസം കർമ്മങ്ങളുടെ മേഖലയിൽ അമൂല്യമായി, ഓരോ കർമ്മങ്ങൾക്കും 70 ഇരട്ടിയും അതിനപ്പുറവും മൂല്യമുള്ളതായി ഒരു മാസം അത് അള്ളാഹു അറിയിച്ചു തന്നു. നമ്മോട് മാസം പറഞ്ഞു തന്നു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതും നമ്മുടെ ഹ്രസ്വായസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരളവ് വരെ പരിഹാരമാകാൻ പോകുന്നതായിരുന്നു. പക്ഷേ നമ്മൾ ഇനിയും ഉയരണം, വളരണം, പരലോകത്തൊരു നഷ്ടവും വരരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സഹാബാക്കളുടെ മനസ്സിൽ അണപൊട്ടി ഒഴുകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കാൻ ഒരു രഹസ്യ കവാടം കൂടി അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്തു. അതെന്തായിരുന്നു? നബിയെ, അങ്ങേക്ക് അറിയുന്നത് പരിശുദ്ധമായ എൻ്റെ കലാം ഈ ഭൂമിയിൽ അവതരിച്ച് നിങ്ങളെ സംസ്കരിച്ച അന്ന് മുതൽ ഇന്ന് വരെ മാനവരാശിയുടെ ജീവിത സംസ്കാരത്തെ പിടിച്ചു നിർത്തിയ, മദ്യത്തിനും മദിരാക്ഷിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ട് തുലഞ്ഞുകൊണ്ടിരിക്കുന്ന ആധുനിക ലോകത്തെ തിരിച്ചു പിടിക്കാനാവാതെ ലോകം വിയർക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ജനകോടികളെ അന്നു മുതൽ ഇന്നോളം രൂപാന്തരപ്പെടുത്തി മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും സമാധാനം സമ്മാനിച്ച
ഇന്നും അത് സമ്മാനിച്ചു മുന്നേറുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ അത് അവതരിപ്പിച്ച മാസമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. ഇനിയും നിങ്ങൾക്ക് പരലോകത്തെ പദവികളെക്കുറിച്ച്, നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുന്നുണ്ടെങ്കിൽ ഒരു രഹസ്യം കൂടി പറഞ്ഞു തരാം നബിയെ. അത് ഇറങ്ങിയത്, ആ ഖുർആൻ അവതരിച്ച രാവിൻ്റെ നിമിഷങ്ങൾ കൂടി പറഞ്ഞു തരാം. ആ സമയം നോക്കി നിങ്ങൾ കർമ്മം ചെയ്തോളൂ. മാസം നോക്കി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആ മുഹൂർത്തം പറഞ്ഞു തരാം. അങ്ങനെയാണ് അള്ളാഹു ലൈലത്തുൽ ഖദറിൻ്റെ ആ രാവിനെ അറിയിച്ചു തന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ്. ഒരു സൂറ തന്നെ അവതരിപ്പിച്ചു. നബിയെ, നാം താങ്കൾക്ക് ആ ഖുർആനെ അവതരിപ്പിച്ച സമയം ഏതായിരുന്നു എന്നറിയോ? അത് റമദാനിലായിരുന്നു എന്ന് മാത്രം അങ്ങ് അറിഞ്ഞാൽ പോരാ. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവായിരുന്നു. അങ്ങേക്ക് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കാൻ ഹിറായുടെ ആ ഗഹ്വരങ്ങളിൽ ഞാൻ കണ്ടെത്തിയ സമയം എൻ്റെ ജിബിരിലിനെ പറഞ്ഞയച്ചത് അതൊരു അത്ഭുത നിമിഷങ്ങളിലായിരുന്നു. ഒരത്ഭുത നിമിഷമായിരുന്നു അത് ഖദറിൻ്റെ രാത്രിയായിരുന്നു. ഖദർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വിധി നിശ്ചയിക്കുന്ന രാത്രി. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ വിധികൾ തീരുമാനിക്കപ്പെടുന്ന ആ രാത്രി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു, പറഞ്ഞു കൊടുത്തില്ല. അടങ്ങാത്ത വെമ്പലോടെ മുൻഗാമികൾ നൂഹ് നബിയുടെ ജനത അൽഫസനത്തിനില്ല ഹംസീന ആമ. എത്ര കാലമാണ് ജീവിച്ച് പണിയെടുത്തേ? 1000 കൊല്ലം, 50 മാത്രം കുറവ്. 950 വർഷം ജീവിച്ച അള്ളാഹുവിന് വേണ്ടി അധ്വാനിച്ച ഒരു ജനതയോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്കാകണമെന്നാണോ? എങ്കിൽ ആ മോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു വഴി തുറന്നു തരാം. അങ്ങനെയാണ് നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയത്. അതായത് ലൈലത്തുൽ ഖദർ നേരത്തെ അള്ളാഹു തരാൻ തീരുമാനിച്ചിരുന്നില്ല. അള്ളാഹു തആല അതിന് ശേഷമാണ് ലൈലത്തുൽ ഖദർ അറിയിക്കുന്നത്, അതിൻ്റെ ആ മഹാമുഹൂർത്തം. പക്ഷേ നിങ്ങളങ്ങനെ ചുളുവിൽ ആ രാത്രി മാത്രം അടിച്ചു മാറ്റാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങളൊരു 10എങ്കിലും പണിയെടുക്കണം. ഒടുവിലത്തെ 10ആയിരിക്കും അത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചു തന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1000 മാസം 1000 വർഷം ജോലി പണിയെടുത്തവർ ഒരു ജനത, ആ ജനത നൂഹ് നബിയുടെ ജനതയോടൊപ്പം നമ്മൾക്ക് എത്തണമെങ്കിൽ എത്ര വേണം? അവിടെയാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നബിയെ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് അങ്ങേക്ക് അറിയാമോ? ഉണ്ടോ? അറിയാത്ത ഒരു രഹസ്യത്തിൻ്റെ കവാടം തുറക്കുകയാണ് അല്ലാഹു. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ, ഒരു പൂർണ്ണ മനുഷ്യായുസിനേക്കാൾ നന്മയ്ക്ക് പുണ്യം ലഭിക്കുന്ന രാവാണത്. കണ്ടോ? ഒരു 85 വർഷക്കാലം ജീവിച്ച് കർമ്മങ്ങൾ മാത്രം ചെയ്താൽ ഒരാൾക്ക് കിട്ടിയതെന്തോ അത് കിട്ടും ആ ഒരൊറ്റ രാത്രിക്ക്. പ്രിയപ്പെട്ടവരെ, പണിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. കർമ്മം എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ചോയ്സ് അല്ല. പരലോകം മുന്നിൽ കണ്ട് ജീവിക്കുന്ന വിശ്വാസിക്ക് ഈ ലോകത്തെ അമലുകൾ, ഇബാദത്തുകൾ ഒരു ചോയ്സ് അല്ല, അവൻ്റെ അനിവാര്യതയാണത്, മസ്റ്റാണ്. അത് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അല്ലാതെ അവൻ പരലോകത്തിൻ്റെ സീമകളിൽ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ഒരു 10 ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയെന്ന് ഉറപ്പാക്കാനാകുമെങ്കിൽ നമുക്ക് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയുടെ ഒപ്പം നിൽക്കാം. ഏതാണ്ട് 10 ലൈലത്തുൽ ഖദറെങ്കിലും കിട്ടിയെങ്കിൽ, 10 ലൈലത്തുൽ ഖദറിന് വേണ്ടിയിട്ട് 10 ദിവസം ഇഅ്തികാഫ് ഇരുന്നു കൊണ്ട് ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം സ്വന്തമാക്കാൻ എത്ര പേർ ശ്രമിച്ചു? എന്നിട്ട് വേണം റമദാൻ കടന്നു പോകുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്തു, റമദാൻ എനിക്ക് എന്തൊക്കെയോ നേടിത്തന്നു എന്ന് നമുക്ക് വെറുതെ അഭിമാനിക്കാൻ വകയുള്ളൂ. ലൈലത്തുൽ ഖദറിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് 10 ദിവസവും പള്ളിയിൽ തന്നെ തളച്ചിട്ടു. ആ റസൂലിൻ്റെ സഹാബാക്കൾക്ക് അവരോടൊപ്പം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഒരു 10 ദിവസമെങ്കിലും ഇബാദത്തിൽ ആമഗ്നരായി പള്ളിയിലിരിക്കാൻ കഴിഞ്ഞോ? ഇരിക്കണമെന്ന് നമുക്ക് തോന്നിയോ? എന്താണിത് സൂചിപ്പിക്കുന്നത്? പരിശുദ്ധന്മാർക്ക് മാത്രം പാകപ്പെട്ട, മാലിന്യമേശാത്ത മനസ്സുകൾക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഉഇദ്ദത്തിൽ മുത്തഖീൻ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടി വരിക, വജന്ന സ്വർഗത്തിലേക്കും,
ഒരിടത്ത് അള്ളാഹു പറയുന്നത് സാരിഉ മുസാറ, ഓടുക എന്നാണ്. ഓടുക, നടന്നു വരിക എന്ന് പറഞ്ഞിട്ടില്ല. ഇനി പയ്യെ പോന്നേരെന്നും പറഞ്ഞില്ല, ഓടി വരിക. മുസാറയുടെ അർത്ഥം അറിയുന്നവർക്കറിയാം. ഇതേ സ്വർഗത്തിലേക്ക് മറ്റൊരു ഭാഗത്ത് അള്ളാഹു വിളിക്കുന്നത് സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. സാബിഖൂ എന്ന മുസാബക്ക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറബി ഭാഷ അറിയുന്നവരോട് ചോദിക്കുക. ഓട്ടപ്പന്തയം എന്നാണ്. ഓട്ടപ്പന്തയമാണ്. നമ്മളിവിടെ ഓട്ടപ്പന്തയത്തിലാണ് ജീവിതം കരിപ്പിടിപ്പിക്കാൻ. കോടികൾ കെട്ടിവെച്ചിട്ട് ആർക്കെന്നറിയാതെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ചത്തുപോകാൻ വേണ്ടി അത് വെട്ടിപ്പിടിക്കാനുള്ള വെമ്പലിലെ മുസാബക്കയിൽ, ഓട്ടപ്പന്തയത്തിലാണ്. ആഖിറം വേണമെന്നുള്ളവന് ഓട്ടപ്പന്തയമാണ്. സാരിഉ മുസാറഅ, സാബിഖു മുസാബഖ. വജന്നത്തിൻ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്. ഏതാണ് ആ സ്വർഗം? അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളുടെ വിസ്തൃതിയാണ്. അവിടെ എത്തണം നമ്മൾ. അവിടെ എത്തിയാലേ ഈ ജീവിതം സഫലമാകൂ. പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ വിസ്തൃതിയിൽ നിറഞ്ഞു കിടക്കുകയാണ് സ്വർഗം. ഈ പ്രപഞ്ച വിസ്തൃതിക്ക് അതിര് നിശ്ചയിക്കാൻ ഒരു ശാസ്ത്രത്തിനും ആധുനിക കാലത്തും കഴിഞ്ഞിട്ടില്ല. അള്ളാഹു പറഞ്ഞു അസ്സമാവാത്തു വൽ അർള്, മുഴുവൻ പ്രപഞ്ചവുമാണ് സ്വർഗത്തിൻ്റെ വ്യാപ്തി. മുഴുവൻ പ്രപഞ്ചവും സ്വർഗമായി പരിണമിക്കുകയാണ്. ആ സ്വർഗവ്യാപ്തിയിലേക്ക് നിങ്ങൾ ഓടി വരിക. അത് ഓട്ടമായിരിക്കണം, നന്മകൾ കൊണ്ടുള്ള മത്സര ഓട്ടമാ. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ റമദാനിലൂടെ, തറാവീഹിലൂടെ, നോമ്പിലൂടെ, നിസ്കാരത്തിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ ഒരോട്ടപ്പന്തയം തന്നെയായിരുന്നു ഈ ഉമ്മത്ത്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അതൊന്ന് നിലനിർത്തുന്നതിന് നമ്മൾക്ക് കഴിഞ്ഞെങ്കിൽ വിധിയുടെ തീരുമാനത്തിൻ്റെ സമ്മാനത്തിൻ്റെ നാളുകൾ ആഗതമായി. വെറുതെ പറയുകയല്ല, പാഴാക്കരുതേ, ഒടുവിലത്തെ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ പറയുന്നത് ആർക്കെങ്കിലും നഷ്ടപ്പെടുത്താൻ തോന്നുന്നെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവനൊന്നും നേടിയില്ലെന്നാണ്. ലൈലത്തുൽ ഖദറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പരിശുദ്ധമായ സ്വർഗ സമ്മാനമായി, അവിടുത്തെ പദവികൾ നിശ്ചയിക്കുന്ന, ഭാവി ജീവിതത്തിൻ്റെ വിധി നിർണയിക്കുന്ന ആ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞത് മൻ ഹറമഹാ ഫഖദ് ഹുരിമഹാ ഫഖദ് ഹുരിമൽ ഖൈറു കുല്ലു. ലൈലത്തുൽ ഖദർ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എല്ലാ ഖൈറും പോയിന്നാ. അവനിൽ പിന്നെ ഒരു ഖൈറും ഇല്ല. ലൈലത്തുൽ ഖദറിന് വേണ്ടി ഒരു ഇഅ്തികാഫ് അനുഷ്ഠിച്ചുകൊണ്ടെങ്കിലും അത് സ്വന്തമാക്കാൻ പണിയെടുക്കാതെ നോമ്പ് വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിമുറ്റം കറങ്ങി നടന്നവർക്ക് ഒരു ഖൈറുമില്ല. അങ്ങനെ നടന്നവരെ നമ്മൾ ചിലപ്പോൾ കാണും, ഒരു ഖൈറും അവർ കാണൂല. അതുകൊണ്ട് ഖൈറെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ റമദാൻ യാത്ര പറയുന്നതെന്ന് ആലോചിക്കേണ്ട നിമിഷങ്ങളാണ്. വലാ യുഹറമു ഖൈറുഹാ, ഒരു ഖൈറും ഇല്ലെന്ന് പറഞ്ഞ് നിർത്താതെ അവിടുന്ന് പറഞ്ഞു വലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹ്റൂം. കുരുത്തം കെട്ടവനെ ലൈലത്തുൽ ഖദറിൻ്റെ നന്മകൾ നിഷേധിക്കപ്പെടുകയുള്ളൂ. കുരുത്തം കെട്ടവനായിരിക്കും അവൻ. അങ്ങനെ നമുക്ക് ചില ആളുകളെ കാണാനാവുമല്ലോ, കുരുത്തം കെട്ടവന്മാർ. അള്ളാഹു അത്തരത്തിലായി പോകുന്നത് ഇത്തരം നന്മകളുടെ സുവർണാവസരങ്ങൾ ഒരുക്കി വെച്ച് സ്വർഗം മാടി വിളിച്ചിട്ടും, നന്മകൾ കൊണ്ട് തൻ്റെ ജീവിതത്തെ അലങ്കരിക്കാനുള്ള സുവർണാവസരങ്ങൾ ലഭിച്ചിട്ടും ഉപയോഗിക്കാതെ പോയവരെയാണ് നമ്മൾ പിന്നെ പറയുന്നത് അവനൊരു കുരുത്തം കെട്ടവനാണെന്ന്. ലൈലത്തുൽ ഖദർ നേടാനാവാത്തവൻ കുരുത്തം കെട്ടവനാണ് മാത്രമാണെന്ന് റസൂലുള്ളാഹി ഇന്നല്ലാഹ വഹബലി ഉമ്മത്തി ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എൻ്റെ സമുദായത്തിന് അള്ളാഹു തന്നതാണ്. വലം യുഅത്തിഹാ മൻ കാന ഖബലക്കും, മുമ്പുള്ളവർക്ക് കൊടുക്കാത്തതാണ്. മുമ്പുള്ളവർക്കത് കൊടുത്തിട്ടില്ല. അവരോട് ദീർഘായുസ് കൊടുത്തിട്ട് അമൽ ചെയ്തോളാൻ പറഞ്ഞു. നമുക്ക് ഹ്രസ്വായുസ് തന്നിട്ട് ലൈലത്തുൽ ഖദർ തന്നു. എൻ്റെ സമുദായത്തിന് തന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിശുദ്ധ സ്വർഗത്തിൻ്റെ വിലയാകുന്ന കർമ്മങ്ങളുമായല്ലാതെ ഒരാത്മാവും പടച്ചവനിലേക്ക് മടങ്ങാൻ പാടില്ല. അതുറപ്പുവരുത്താൻ വേണ്ടി പരിശുദ്ധ റമദാനിൽ നമ്മളോടൊപ്പം നിന്ന് നമ്മളെ ഈ നന്മകൾക്ക് പ്രേരിപ്പിക്കാൻ, ഒരു തുള്ളി വെള്ളം കുടിക്കരുതെന്ന്, തൊണ്ടയിലെ ഒളുവിൻ്റെ വെള്ളം, ശുദ്ധിയുള്ള വെള്ളം കുരുങ്ങിയപ്പോഴും അത് തൊണ്ട വിട്ട് കടക്കരുതെന്ന് തീരുമാനിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ കേൾക്കുമായിരുന്നില്ല നമ്മൾ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ കേൾക്കുമായിരുന്നില്ല നമ്മൾ. രാജ്യത്തിൻ്റെ പോലീസ് സേനയുടെ തലവൻ DGP പറഞ്ഞാൽ കേൾക്കുമായിരുന്നില്ല നമ്മൾ. അത്രയും വലിയൊരു പാകത പരിശുദ്ധമായി ദിനങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത നമ്മൾ അതെല്ലാം കളഞ്ഞു കുളിക്കുകയാണോ? ഇതൊക്കെ വെറും നടനം മാത്രമായിരുന്നുവോ, അഭിനയമായിരുന്നുവോ
എന്നുറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഒടുവിലത്തെ 10-ൽ ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടി 10 ദിവസത്തെ നിരന്തരമായ ഉറക്കമൊഴിവാക്കിയുള്ള അധ്വാനത്തിന് ഇവന് മനസ്സുണ്ടോ എന്ന് അള്ളാഹു പരിശോധിക്കുന്നത്. ആ പരിശോധനയിൽ നമ്മൾ വിജയിക്കണം. ലൈലത്തുൽ ഖദർ പല ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ജുമയ്ക്ക് പള്ളി നിറച്ച ആളുകൾ ലൈലത്തുൽ ഖദറിൻ്റെ ദിവസവും ഒടുവിലത്തെ 10-ഉം രാത്രി നോക്കിയാൽ ലൈലത്തുൽ ഖദർ ഇഅ്തികാഫ് പ്രതീക്ഷിക്കേണ്ട രാത്രി നോക്കിയാൽ 4, 3, 7 പേരെ പോലും എണ്ണിയെടുക്കാൻ കിട്ടൂല. അപ്പോൾ ഈ പുറത്തേക്കുന്ന ആളുകളുടെയൊക്കെ വിചാരം എന്താ, കുറേ കൊള്ളരുതാത്തവർക്ക് അവർ പള്ളിയിൽ പോയിരുന്നത് നന്നാകട്ടെ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയെന്നാണെങ്കിൽ തെറ്റിപ്പോയി സഹോദരങ്ങളെ. നന്മകൾ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതൊന്നും കുറവ് വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയം. അത് അള്ളാഹു ഒന്ന് ഉറപ്പ് വരുത്തുകയാണ്. ഒടുവിൽ എന്തായിരുന്നു? ഖൈറുൽ അഅ്മാലി ഖവാത്തിമുഹ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നല്ല കർമ്മം അവസാനം ചെയ്യുന്നതാണ്. മുമ്പ് പല പരിപാടിയും ചെയ്യും. നിങ്ങൾക്കറിയാലോ, 1-ാം ക്ലാസ്സിൽ പഠിത്തം തുടങ്ങി LP-യിൽ ഒഴിഞ്ഞു പോയവർ, UP ക്ലാസ് പൂർത്തിയാക്കാതെ ഒഴിഞ്ഞു പോയവൻ, ഹൈസ്കൂളിൽ പൂർത്തിയാക്കാതെ ഒഴിഞ്ഞു പോയവൻ, ഡിഗ്രിയിൽ എത്തിയവൻ, അതുപോലെ തന്നെ പിന്നീട് PG-യിലേക്ക് പോയവൻ, ഇങ്ങനെ ആളുകൾ ഒന്നൊന്നായി തുടക്കം പ്രകടിപ്പിച്ച് തുടക്കത്തിലെ ആവേശം കാണിച്ച് ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. അവരുടെ ആ തുടക്കാവേശത്തിൻ്റെയും പിന്നീടുള്ള അവരുടെ മുന്നോട്ടുള്ള അവരുടെ നൈരന്തര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവരുടെ ജീവിത വിജയങ്ങൾ തീരുമാനിക്കപ്പെടുന്നതെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? ഉണ്ടോ? എങ്കിൽ അള്ളാഹു പറയുന്നു, അവസാന നാളുകളിലെ കർമ്മങ്ങൾ നോക്കിയിട്ടാണ് നിങ്ങളുടെ കർമ്മങ്ങളെ വിലയിരുത്തപ്പെടുന്നത്, തീരുമാനിക്കുന്നതെന്ന്. അതുകൊണ്ട് ഒടുവിലത്തെ രാവിൽ എഴുത്തിക്കാവിലായിരിക്കണം. പള്ളിയിൽ സാധ്യമാകുന്നവരൊക്കെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒന്ന് ഉറങ്ങിയെങ്കിലും, ഇബാദത്ത് കൊണ്ട് ഉണർന്നിരിക്കാനാവുന്നില്ലെങ്കിൽ ഉറങ്ങിയെങ്കിലും എഴുത്തിക്കാവ് ചെയ്തിട്ട് അവൻ എഴുത്തിക്കാഫുകാരൻ ഒരിക്കലും ലൈലത്തുൽ ഖദർ നിഷേധിക്കപ്പെടില്ല. അവന് മാത്രമേ ലൈലത്തുൽ ഖദർ കിട്ടിയെന്ന് ഗ്യാരണ്ടി ഉള്ളൂ. അത് വേണ്ടേ നമുക്ക്? നമ്മൾ പോകേണ്ടതും ഈ സ്വർഗത്തിലേക്കല്ലേ? നൂഹ് നബിയുടെ ജനത പോയ സ്വർഗത്തിലേക്കല്ലേ? അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും പോയ സ്വർഗത്തിലേക്കല്ലേ? അതുകൊണ്ട് നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ വളരെ പ്രധാനമായി കാണണം. അത് കഴിഞ്ഞാൽ അള്ളാഹു താല പിന്നെ വച്ചേക്കുകയാണ് ലൈലത്തുൽ ജായിസ. ലൈലത്തുൽ ജായിസ, ഒടുവിലത്തെ രാത്രിയെ, അതിനെ സമ്മാന നിശ, അവാർഡ് നൈറ്റ്. നിങ്ങൾ വിചാരിച്ചുവോ അള്ളാഹു ചുമ്മാ നോമ്പ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുക, വേറെ അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ലെന്ന്? ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവസാന രാത്രിയെക്കുറിച്ചും ഒടുവിൽ വരുന്ന അത്ഭുതരാവികളെക്കുറിച്ചും നിമിഷങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി പറഞ്ഞു തന്നു. സൂറത്ത് പറഞ്ഞു അവാർഡ് നൈറ്റ്, നിങ്ങൾ ചെയ്ത നന്മകൾക്ക്. ആ രാത്രി ഏതാണ് നബിയെ? ലൈലത്തുൽ ഖദറാണോ? അല്ല. മാ ജസാഉ മൻ അമില ഇദാ വഫ അമലഹു. ജോലി ചെയ്തവൻ കൂലി അവൻ ജോലി തീർക്കുമ്പോൾ അവൻ എങ്ങനെയാണ് സമ്മാനം കൊടുക്കേണ്ടത്? അപ്പോൾ തന്നെ അവൻ്റെ കൂലി കൊടുത്തു വിടലാണ്. എന്നാൽ അത് തന്നെയാണ് ലൈലത്തുൽ ജായിസ. റമളാനിൽ പൂർണ്ണമായി അതിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് പണി പൂർത്തിയാക്കിയ ആൾക്ക് അവൻ്റെ സമ്മാനം തീർത്തു കൊടുത്ത്, പ്രതിഫലം തീർത്തു കൊടുത്തു വിടുന്നത് ഒടുവിലത്തെ രാത്രിയിലാണ്. നിങ്ങൾ കരുതിയോ ചെയ്തതൊക്കെ ഓക്കെ ആയി, സീലടിച്ചു കഴിഞ്ഞുവെന്ന്? ഇല്ല. ഒടുവിലത്തെ രാത്രിയെ അള്ളാഹു സീൽ ചെയ്യാൻ പറ്റി വെച്ചിരിക്കുക. ലൈലത്തുൽ ഖദറിൽ വിധിച്ചു. അതിൻ്റെ സമ്മാനം, അതിൻ്റെ സമ്മാന വിതരണം ലൈലത്തുൽ ജായിസയിൽ നടത്തി കഴിഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് അല്ലാഹു തആല നമ്മളോട് ഒരുപാട് വാഗ്ദാനങ്ങളും തന്നാണ് പരിശുദ്ധ റമദാനിൽ നിന്ന് നമ്മളെ യാത്രയാക്കുന്നത്. ഖബറിലെത്താനുള്ള യാത്രയിൽ, അതിനപ്പുറം സ്വർഗത്തിലെത്താനുള്ള യാത്രയിൽ ഒരു ശക്തിക്കും നൽകാനാവാത്ത നന്മകളിലെ ആവേശം വിതറി നമ്മെ ആനയിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഈ റമദാനിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളെ വളരെ പ്രധാനമായി കാണണം. അമലുകൾ നിർത്താൻ നേരമില്ല. കാരണം ഹസൻ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യജ്അലു ലിഅമലിൽ മുഅ്മിനി അജലൻ ഗൈറൽ മൗത്ത്. ഒരു സത്യവിശ്വാസിക്ക് മരണമല്ലാതെ അമലുകൾക്ക് വിരാമമില്ല. കർമ്മങ്ങൾ നിരന്തരമാണ്. സ്വർഗത്തിലേക്കുള്ള കർമ്മങ്ങളാണിത്. സ്വർഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. സ്വർഗം എന്ന് പറയുന്നത് അനന്തമാണ്. മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്ത്. പ്രപഞ്ചം വിടർന്നു കിടക്കുന്ന, ലോകത്തതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന ആകാശഗോളങ്ങളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രം നമ്മോട് പറഞ്ഞു തരുമ്പോൾ അതറിയാത്ത കാലത്ത് നമ്മോട് ഹബീബ് പറഞ്ഞു, ഈ ലോക ജീവിതത്തിൽ ഓരോ സത്യവിശ്വാസിക്കും അള്ളാഹു കൊടുക്കുന്ന മിനിമം സ്വർഗം നാം ജീവിക്കുന്ന ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി
ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഈ ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമെന്ന്, ഈ ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള ഏതെങ്കിലും ഒരു ലോകം ഇവിടെ ഉണ്ടെന്ന് 1500 കൊല്ലം മുമ്പ് പറയുന്ന ഒരുത്തനുമില്ലാത്ത കാലത്താണ് റസൂലുള്ള പറയുന്നത് ഏറ്റവും കുറഞ്ഞ മുഅ്മിനിന് കിട്ടുന്ന സ്വർഗം ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ളതാണ്. ഈ ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പം. റസൂല് പറഞ്ഞു കഴിഞ്ഞു, 10,000 കോടി ഗാലക്സികളും 10,000 കോടി സൗരയൂഥങ്ങളും നിറഞ്ഞു കിടക്കുന്നു ഈ പ്രപഞ്ചമെന്ന് നമ്മോട് പറഞ്ഞു തരാനല്ലാതെ എന്തിനാണതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ലെന്നൊരു ഉത്തരം മാത്രം പറയുന്ന ശാസ്ത്രലോകത്തോട് റസൂലുള്ള എന്തിനാണതെന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓരോ മുഅ്മിനിനും ഈ ഭൂമിയുടെ 10 ഇരട്ടി വലിപ്പമുള്ള സ്വർഗം അള്ളാഹു മിനിമം കൊടുക്കാൻ വെച്ചിരിക്കുകയാണ്. ആ സ്വർഗം നമ്മുടെ ലക്ഷ്യമാണ്. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്. ആകാശഭൂമികളുടെ വ്യാപ്തിയിൽ അത് പരന്നു കിടക്കുകയാണ്. നമ്മെ കാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ കർമ്മങ്ങൾക്ക് വിരാമമില്ല, കർമ്മങ്ങൾക്ക് വിരാമമില്ല. നിരന്തരമായ കർമ്മങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. അണുവിൻ്റെ തൂക്കം ഒരു നന്മ ഒരാൾ ചെയ്താൽ അതവൻ കാണാതെ പോവില്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അണുത്തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അതും അവൻ കാണാതെ പോകില്ല എന്ന്. അവൻ കേൾക്കാതെ പോവില്ലെന്നല്ല, അവൻ വായിക്കാതെ പോവില്ലെന്നല്ല, വിഷ്വലായി യറഹു, അവൻ കാണാതെ പോവില്ല. അള്ളാഹുവിൻ്റെ വിചാരണ കോടതിയിൽ നമ്മുടെ കർമ്മങ്ങൾ വിഷ്വലാണ്. യറഹു റഅ, കണ്ടു, യറാ കാണും, യറഹു അവൻ വീഡിയോയിൽ കാണും എന്ന് പറഞ്ഞാൽ വിഷ്വലായി കാണും. യറഹു കർമ്മങ്ങൾ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ അതിനേക്കാൾ വിപുലമായ തോതിൽ വിഷ്വലായി കാണുന്ന ലോകത്ത് ഒന്നും ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. അതുകൊണ്ട് അള്ളാഹു തന്ന ഈ പ്രിയപ്പെട്ട ഈ പരിശുദ്ധമായ സുവർണാവസരത്തെ ഉപയോഗപ്പെടുത്തി വിട പറയാൻ ഒരുങ്ങുന്ന വെമ്പുന്ന പരിശുദ്ധ റമദാനോട് നന്ദിയോടുകൂടി യാത്രയാക്കി നമ്മെ ഇത്രയും നന്മ ചെയ്യിക്കാൻ, നമ്മെ ഇത്രയും അച്ചടക്കമുള്ളവരാക്കാൻ, നമ്മെ ഇത്രയും മാനസികമായി ശാരീരികമായി പാകപ്പെടുത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല, ഒരു ഉസ്താദിനും കഴിയില്ല, ഒരു മാതാപിതാക്കൾക്കും കഴിയില്ല, ഒരു പോലീസ് ഓഫീസർക്കും കഴിയില്ല, ഒരു രാഷ്ട്രത്തിൻ്റെ സൈനിക ശേഷിക്കും കഴിയില്ല. ഈ ഒരു മാസം നമ്മളെ ഈ പരിശുദ്ധമായ റമദാൻ എന്താക്കി തീർത്തോ അതുപോലാക്കി തീർക്കാൻ. അതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അത്ഭുതമായ അള്ളാഹുവിൻ്റെ അതിഥിക്കുള്ള മനുഷ്യ മനസ്സുകളിലെ സ്വാധീനം, അവരെ നന്നാക്കാനുള്ള അത്ഭുതകരമായ സ്വാധീനം സ്വർഗത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ്. ഒപ്പം സഞ്ചരിക്കണം നമുക്ക്. നാളെ പരിശുദ്ധമായ റമദാൻ നമുക്ക് വേണ്ടി രംഗത്ത് വരും. എന്നിട്ട് പറയും, അള്ളാഹുവേ നിനക്ക് വേണ്ടി അന്നം വെടിഞ്ഞവനാണ് നിൻ്റെ ഈ ദാസൻ, നിനക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞവനാണ് നിൻ്റെ ഈ ദാസൻ, അതുകൊണ്ട് നീ അവനെ നരകത്തിൽ അയച്ചുകൂടാ എന്ന് ഈ നമ്മുടെ അതിഥി നമുക്ക് വേണ്ടി വാദിക്കുന്ന ആ പരിശുദ്ധ അതിഥി നമ്മോട് വിട പറയുകയാണ്. വളരെ ഹൃദയവേദനയോടുകൂടി നമുക്ക് യാത്രയാക്കണം. ഇനി നമ്മെ ഈ തരത്തിൽ നന്മയിൽ പിടിച്ചു നിർത്താൻ ആരുമില്ല. നമ്മുടെ ഏകാന്ത നിമിഷങ്ങളിൽ നമ്മെ നന്മയിൽ ഉറപ്പിച്ചു നിർത്താൻ ഇനി ആരുമില്ല. സ്വർഗമെന്ന അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിക്ക് ഭൂമിയേക്കാൾ 10 മടങ്ങ് വലിപ്പമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും മിനിമം സ്വർഗത്തിന് ഗ്യാരണ്ടിയായ സുഹൃതങ്ങൾക്ക് ഉറപ്പ് നിൽക്കാൻ, കൂട്ടുനിൽക്കാൻ ഇനി ആരുമില്ല. ആ പരിശുദ്ധനായ അതിഥിയെ ആദരിക്കണം. വളരെ ആദരവോടുകൂടി ഇവിടെ പറയണം, ഇനിയുള്ള രാവുകൾ ഏറ്റവും വിലപ്പെട്ടതാണ്. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന രാവുകൾ ഇനിയാണ്, കഴിഞ്ഞു പോയതല്ല, ഇനിയുള്ളതാണ് എന്ന് മനസ്സിലാക്കി പെരുന്നാൾ രാവ് പോലും അള്ളാഹുവിൻ്റെ സമ്മാന പ്രഖ്യാപനത്തിൻ്റെതാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അത് ഏറ്റവും ഒടുവിൽ അള്ളാഹു താല നമ്മുടെ മനസ്സെവിടെ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തി നമ്മളെ മുഴുവൻ സന്തോഷത്തിൽ ആറാടിക്കാൻ പര്യാപ്തമായി ഫിത്ർ സക്കാത്ത് കൂടി നമ്മളോട് നിഷ്കർഷിച്ചു. സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്ത് ഓരോ വ്യക്തിയും അവൻ്റെ ആശ്രിതരുടെയും ചെലവ് കഴിച്ച് പെരുന്നാൾ ദിവസത്തെ രാവിൻ്റെയും പകലിൻ്റെയും ആവശ്യങ്ങൾക്ക് പര്യാപ്തമായ ധനമുണ്ടെങ്കിൽ അതിനപ്പുറത്തൊന്നും വേണ്ട. സക്കാത്ത് കൊടുക്കുന്ന മുതലാളിമാർക്കല്ല. ഫിത്ർ സക്കാത്ത് മുതലാളി കൊടുക്കേണ്ടതല്ല, പാവപ്പെട്ടവനും മുതലാളിയും ഒരുപോലെ കൊടുക്കേണ്ടതാണ്. സക്കാത്ത് മാത്രമേ ഇത്തിരി സമ്പന്നനുള്ളൂ. ഫിത്ർ സക്കാത്ത് പാവപ്പെട്ടവനും കൊടുക്കണം. കാരണം അവൻ്റെ ചെലവ്, അവൻ്റെ കടം കഴിച്ച് അവൻ്റെ വീട്ടിലുള്ള അവൻ്റെ ആവശ്യക്കാർ, അവൻ ചെലവിന് മാതാപിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്, അവൻ്റെ ബാധ്യതയാണ്. സമ്പത്തില്ലാത്തവരാണെങ്കിൽ അവരെ കഴിച്ച് അവൻ്റെ മക്കൾക്ക്, മുതിർന്ന മക്കൾക്ക് അവന് ചെലവിന് കൊടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ബാധ്യതയാണ്. ചെറിയ മക്കൾക്ക് അങ്ങനെയാണ്, ഭാര്യയ്ക്ക് അവൻ ചെലവിന് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ ചെലവിന് കൊടുക്കാൻ ബാധ്യതയുള്ള ആശ്രിതരുടെ
അവരുടെ ചെലവും കടവും കഴിച്ച് ബാക്കിയുള്ള ആ ഒരു ദിവസം ജീവിക്കാൻ കഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കണം. 2.5 കിലോ അരി എന്നാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫിത്ർ സക്കാത്ത് നമ്മളോട് ആവശ്യപ്പെടുകയും ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫിത്ർ സക്കാത്ത് കൃത്യമായി നേരത്തെ കൊടുക്കാം. പെരുന്നാൾ നമസ്കാരത്തിന് എത്തുന്നതിന് മുമ്പേ കൊടുത്തെങ്കിൽ അല്ലാതെ ഫിത്ർ സക്കാത്താവില്ല. അന്നത്തെ മഗ്‌രിബ് ആയാൽ അത് വെറും സദഖയായി, പിന്നെ ഫിത്ർ സദഖാത്തല്ലാതായിപ്പോയി. അന്നത്തെ ദിവസത്തിൽ തുഅമത്തല്ലിൽ മസാക്കീൻ, അഗതിയുടെ അന്നമാണ്. പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇല്ലെന്ന് ഉറപ്പാക്കുന്നു അള്ളാഹു. പറയുക മാത്രമല്ല, ഈ ലോകത്ത് ആഘോഷം പ്രഖ്യാപിച്ച എത്രയെത്ര സമൂഹങ്ങൾ. പക്ഷേ തൻ്റെ സൊസൈറ്റിയിലെ എല്ലാ മനുഷ്യരും ഇന്ന് പട്ടിണിയില്ലാതെ സുഭിക്ഷതയിലാണെന്ന് ഉറപ്പുവരുത്താൻ ലോകത്തൊരു രാഷ്ട്രത്തിനോ ഒരു മതത്തിനോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ അവർ പ്രഖ്യാപിച്ച ആഘോഷനാളുകളിൽ സാധിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ 2 ആഘോഷനാളുകളിലും ഒന്ന് ബലിയെറുത്ത് മാംസം, ഏറ്റവും രുചികരമായ മാംസം വിതരണം ചെയ്തുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു സുഭിക്ഷത ഉറപ്പുവരുത്തുന്നു. ഭൂമിയിൽ 2 ദിവസം സുഭിക്ഷമാണ്. 2 ദിവസം ഇസ്ലാമിക ലോകം സുഭിക്ഷമാണ്. അള്ളാഹു അവർക്ക് പ്രത്യേകം സുഭിക്ഷ നൽകുക. മറ്റൊന്ന് സക്കാത്തുൽ ഫിത്തറാണ്. ആരും പട്ടിണിയില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇത് കഴിച്ചു മിച്ചമുള്ളവൻ. പാവപ്പെട്ടവൻ കൊടുക്കുന്നതോ, പാവപ്പെട്ടവൻ കൊടുത്താൽ ആ പാവപ്പെട്ടവന് മറ്റേ പാവപ്പെട്ടവരിൽ നിന്ന് ഇങ്ങോട്ടും കിട്ടും, മേടിക്കുകയും ചെയ്യാം. കൊടുക്കണവന് മേടിക്കാവുന്നതാണ് ഫിത്ർ സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നവന് മേടിച്ചുകൂടാ, ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവന് മേടിക്കാവുന്നതാണ് ഫിത്ർ സക്കാത്ത്. കാരണം പാവപ്പെട്ടവൻ കൊടുക്കുകയും പാവപ്പെട്ടവൻ വാങ്ങുകയും ചെയ്യുന്നതാണ്. അങ്ങനെ സുഭിക്ഷത പരസ്പരം കൈമാറപ്പെടുന്ന ആ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഈ ജാഗ്രതകളൊക്കെ നമ്മളിൽ ജീവിക്കുമെങ്കിൽ, നമ്മെപ്പോലെ ഒരു ജനതയുണ്ടോ? നാം അല്ലാതെ പിന്നെ ആരാണ് സ്വർഗത്തിന് പാകപ്പെട്ട ഒരു സമൂഹം? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ലേ അള്ളാഹു സ്വർഗം കരുതി വെച്ചിരിക്കുന്നത്. ഉഇദ്ദത്തിൽ മുത്തഖീൻ, ജീവിതത്തിൽ സൂക്ഷ്മതയും അച്ചടക്കവും കൊണ്ട് അലങ്കരിച്ചവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ് സ്വർഗമെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമുക്കെല്ലാവർക്കും അള്ളാഹു ഈ പുണ്യമാസത്തിൽ പരിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടിയുള്ള പാകതയിലേക്ക് നമ്മൾ ഈ കഴിഞ്ഞ നാളുകൾ കൊണ്ട് ഉയർന്നു വരാൻ ശ്രമിച്ചതുപോലെ അത് അവസാനം വരെ നിലനിർത്തുകയും മരണം വരെ ഖുർആൻ ഓതുന്ന, മരണം വരെ ദാനധർമ്മം ചെയ്യുന്ന, മരണം വരെ ആണ് നമ്മുടെ കർമ്മങ്ങൾ, മരണം വരെ അതുവരെ നോമ്പ് വയ്ക്കുന്ന, ഫറളല്ലെങ്കിൽ സുന്നത്തായ നോമ്പുകളുണ്ട്. മാസത്തിലെ 3 ദിവസം നോമ്പുകൾ, തിങ്കൾ വ്യാഴം നോമ്പുകളിലൂടെ മരണം വരെ നോമ്പ് വയ്ക്കുന്ന ശീലങ്ങളുമായി മരണം വരെ ദിക്ർ ചൊല്ലുന്ന, മരണം വരെ സുബ്ഹാനല്ലാഹ് പറയുന്ന, മരണം വരെ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ശീലമുള്ളവരായി നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ റമളാൻ നമ്മെ പഠിപ്പിച്ചിട്ട് നമ്മോട് യാത്ര പറഞ്ഞ് മടങ്ങുന്നത്. പടച്ച തമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി, അള്ളാഹുവിൻ്റെ വിശിഷ്ടാതിഥിയെ രാജോചിതമായി യാത്രയാക്കി ആ അതിഥിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി അള്ളാഹു വിധി പറയുമ്പോൾ അനുകൂല വിധി സ്വന്തമാക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.